നിങ്ങളുടെ ജീവിതത്തിൽ എടുത്ത തീരുമാനത്തിൽ എവിടെയെങ്കിലും നിവൃത്തീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണോ നിങ്ങളായിരിക്കുന്നതെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഹൃദയത്തെ തന്നെ ഒന്ന് ശോധന ചെയ്ത് എടുത്ത തീരുമാനങ്ങളിലേക്കൊന്ന് മടങ്ങി വരുവാൻ നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് സമർപ്പിക്കണമേ. അങ്ങനെ ചെയ്യുക. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും തീരുമാനങ്ങളൊക്കെ ദൈവസന്നിധിയിൽ എടുത്തിട്ടുണ്ടാവുമല്ലോ. ഇതിൽ എത്ര തീരുമാനങ്ങൾ നാം നിവൃത്തീകരിച്ചിട്ടുണ്ട്? ചിലതെങ്കിലും മറന്നുപോയിട്ടില്ലേ? ഈ മറന്നുപോയ തീരുമാനങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? അതങ്ങനെ ഇരിക്കട്ടെ എന്നാണോ? അതോ എടുത്ത തീരുമാനം ഞാൻ ചെയ്യും, കാരണം ഞാനിത് ദൈവത്തിലാണ് വാക്ക് കൊടുത്തത് എന്ന് ചിന്തിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നൊന്ന് ചിന്തിക്കണേ. അത് നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ ചിന്തയിൽ ഈ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. സഭാപ്രസംഗങ്ങൾ 5-ാം അധ്യായം 1 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ എല്ലാവരും ഒന്ന് വായിക്കണം കേട്ടോ. വളരെ ഗൗരവത്തോടുകൂടെ ഇവിടെ ദൈവവചനത്തിൽ കൂടെ നമ്മളോട് ദൈവാത്മാവ് സംസാരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ പറയുന്നു, അതിന്റെ 4-ാം വാക്യത്തിൽ, ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത്, മൂഢന്മാരിൽ അവന് പ്രസാദമില്ല. നീ നേർന്നത് കഴിക്കാം, നേർന്നിട്ട് കഴിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്നത് നല്ലത്. അപ്പോൾ ഒന്ന് ഓർത്തേ, നേർന്നത് കഴിക്കാതിരിക്കുന്ന നമ്മളെ ദൈവാത്മാവ് അല്ലെങ്കിൽ ദൈവം എന്താണ് വിളിക്കുന്നത്? മൂഢന്മാരിൽ ദൈവത്തിന് പ്രസാദമില്ലെന്ന്. നമ്മൾ പലപ്പോഴെങ്കിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ കഷ്ടതയുടെ നടുവിൽ ഒക്കെ നമ്മൾ നേർച്ചകൾ നേരാറുണ്ട്. ദൈവമേ, അങ്ങ് എനിക്ക് ഇന്ന കാര്യം സാധിപ്പിച്ചു തന്നാൽ ഞാൻ ഇന്നത് ചെയ്തോളാം, ഞാൻ ഉപവസിച്ചോളാം, ഞാൻ പ്രാർത്ഥിച്ചോളാം. ഞാൻ പലപ്പോഴും ദൈവമക്കൾ തീരുമാനങ്ങൾ എടുക്കുന്നത് ആണ്ടിൻ്റെ അവസാനമാണ്. പുതിയൊരു വർഷം അങ്ങ് എനിക്ക് ആയുസ് തന്നാൽ, പുതിയൊരു വർഷം എനിക്ക് ദാനമായി തന്നാൽ, ദൈവമേ ഞാൻ അനേകരോട് കർത്താവിനെ കുറിച്ച് പറഞ്ഞോളാം, ഞാൻ ബൈബിള് വായിച്ചോളാം, ഞാൻ കറക്റ്റായിട്ട് പ്രാർത്ഥിച്ചോളാം. എന്നാൽ ജീവിതത്തിന്റെ കഷ്ടപ്പാടിന്റെ നടുവിലും പ്രതികൂലത്തിന്റെ നടുവിലും എടുക്കുന്ന ഈ തീരുമാനങ്ങൾ പിന്നീടുള്ള ദിവസങ്ങളിൽ പലപ്പോഴും നാം മറന്നു പോകാറുണ്ട്. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നമ്മളത് ചെയ്യും, എന്നാൽ പിന്നീട് നമ്മുടെ ജീവിതത്തിന്റെ തിരക്കുകളുടെ നടുവിൽ നാം ഇതൊക്കെയും മറന്ന് നാം മുന്നോട്ട് നീങ്ങുകയാണ്. എന്നാൽ ഇന്ന് ഈ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്, ഇതിനെ വെറുതെ എടുക്കരുത്. നേർന്നത് കഴിക്കാതിരുന്നാൽ നമ്മെ ദൈവം വിളിക്കുന്നത് മൂഢന്മാർ. അതുകൊണ്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെന്നാണ് ദൈവവചനം പറയുന്നത്. നേർന്നത് കഴിച്ചില്ലെങ്കിൽ വരുന്ന ചില പ്രയാസങ്ങൾ എന്തെന്ന് ഈ വചനത്തിൽ കൂടെ ദൈവാത്മാവ് നമ്മളോട് ഇടപെടുന്നു. ചിലപ്പോൾ അത് നിങ്ങളുടെ അനുഗ്രഹത്തിന് വരെ വലിയൊരു തടസ്സമായി നിന്നേക്കാം. അതിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിന്റെ നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്, അബദ്ധവശാൽ വന്നുപോയിന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയുകയും വരുത്. ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്? പ്രിയ ദൈവപൈതലേ, എത്ര ഗൗരവമായിട്ട് ഈ വചനം പറയുന്നതല്ലേ. നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. പലപ്പോഴും നമ്മൾ എടുത്തു ചാടിയെടുക്കുന്ന പല തീരുമാനങ്ങളും അപ്പോഴത്തെ കാര്യസാധ്യത്തിന് വേണ്ടി പറയുന്നതാ. എന്നാൽ നാം വിചാരിക്കുന്നത് ദൈവം ഇത് മറന്നെന്ന. ഒരിക്കലുമില്ല. ദൈവം തൻ്റെ ഓർമ്മ പുസ്തകത്തിൽ നാം പറയുന്ന ഓരോ കാര്യങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. നാം പറയുന്ന ഓരോ വിഷയങ്ങളും ദൈവം തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് ദൈവപൈതലേ. ആകയാൽ നാം പറയുന്ന കാര്യങ്ങളെ നിസ്സാരമായി എടുക്കരുത്. ഇവിടെ നോക്കിക്കേ, ദൈവജനത്തിൽ പറയുന്നു, അബദ്ധവശാൽ വന്നു പോയതാണെന്ന് പലരും പറയുന്നു. ദൂതന്റെ മുമ്പിൽ പറയുക, അബദ്ധവശാൽ വന്നു പോയതാ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, ദൈവസന്നിധിയാണെന്ന് ഓർക്കാതെ പറഞ്ഞു പോയതാ. ഒരിക്കലും അങ്ങനെ പറയരുത്. കാരണം നമ്മുടെ വാക്ക് അത്ര ഗൗരവമുള്ളതാ. എന്തുകൊണ്ടാണ് നമ്മുടെ വാക്ക് ഇത്ര ഗൗരവമാകുന്നത്? കാരണം നാം സാധാരണക്കാരല്ല, നാം ദൈവത്തിന്റെ മക്കളാ. ദൈവത്തിന്റെ വാക്കിന് എത്രത്തോളം പ്രാധാന്യതയുണ്ടോ അത്രത്തോളം ദൈവത്തിന്റെ മക്കളായി നമ്മുടെ വാക്കുകൾക്കും ദൈവം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആകയാൽ ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ ഇവിടെ പറയുന്നത്, ദൈവം നമ്മുടെ വാക്ക് നിമിത്തം കോപിച്ചിട്ട് നമ്മുടെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുമെന്ന്. പലപ്പോഴും നമ്മുടെ കൈകളുടെ പല പ്രവൃത്തികളുടെയും നന്മ നമ്മൾ കാണാതെ വരുമ്പോൾ നാം കുറ്റം പറയുന്നത് പിശാചിനെയാണ്. എന്നാൽ ഇവിടെ പറയുന്നു, ദൈവമാണ് ചിലരുടെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടെന്നും പറയും. ദൈവം മനഃപൂർവ്വം ഒരാളുടെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുകയല്ല. അവിടെ പറയുന്നു, ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ചിട്ട് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്? ആകയാൽ ജീവിതത്തിന്റെ ഈ യാത്രയിൽ, ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട്
ചിന്തിച്ചേ, എവിടെയെങ്കിലും ദൈവത്തോട് പറഞ്ഞ ഏതെങ്കിലും നേർച്ചകൾ പെൻഡിങ് ആണോ എന്ന്. തലമുറകളുടെ വഴികൾ മുന്നോട്ട് പോകുവാൻ കഴിയാതെ അടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാതാക്കളെ, പിതാക്കളെ, നിങ്ങളൊന്ന് നോക്കണേ. ഏതെങ്കിലും തീരുമാനങ്ങൾ തലമുറയോട് അനുബന്ധിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതെവിടെയെങ്കിലും നേർന്നിട്ട് അത് നിവൃത്തീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥകൾ വന്നിട്ടുണ്ടോ എന്ന്. ഞാൻ 2 വ്യക്തികളെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്താം. നേർന്നത് കഴിച്ചത്. ആദ്യത്തെ വ്യക്തി ഹന്ന. അവൾ ദൈവസന്നിധിയിൽ ഒരു നേർച്ച നേർന്നു. ദൈവമേ, അങ്ങ് എനിക്കൊരു തലമുറയെ തന്നാൽ ഞാൻ ആ തലമുറയെ ദൈവത്തിന് നൽകി തരാമെന്ന്. ദൈവ പൈതലെ, ഹന്ന അതുപോലെ ചെയ്തു. ഇഫ്താഹ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ യുദ്ധത്തിന് വേണ്ടി പോകുന്നു. യുദ്ധം ജയിച്ച് ഞാൻ മടങ്ങി വന്നാൽ ആദ്യം എന്നെ എതിരേറ്റ് വരുന്നത് ആരോ അതിനെ ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുത്തോളാമെന്ന്. ആരാണ് ഇഫ്താഹിനെ എതിരേറ്റ് വന്നത്? തനിക്ക് ആകെ ഉണ്ടായിരുന്ന ആണും പെണ്ണുമായി ഉണ്ടായിരുന്ന ഒരേ ഒരു മകളാണ്. എന്നാൽ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഇഫ്താഹ് താൻ ദൈവത്തോട് പറഞ്ഞതുപോലെ ചെയ്തു എന്ന്. ദൈവ പൈതലെ, നിങ്ങളുടെ ജീവിതത്തിൽ എടുത്ത തീരുമാനത്തിൽ എവിടെയെങ്കിലും നിവൃത്തീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണോ നിങ്ങളായിരിക്കുന്നതെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഹൃദയത്തെ തന്നെ ഒന്ന് ശോധന ചെയ്ത് എടുത്ത തീരുമാനങ്ങളിലേക്കൊന്ന് മടങ്ങി വരുവാൻ നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് സമർപ്പിക്കണമേ. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കിപ്പോൾ മുടങ്ങിക്കിടക്കുന്ന പല നന്മകളും, ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിൽ നേരിട്ടുന്ന വലിയ പ്രതിസന്ധികളിൽ നിന്ന് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. കാരണം ദൈവത്തിന്റെ കൈയാണ് നിങ്ങൾക്ക് ഭാരമായി നിൽക്കുന്നതെങ്കിൽ അതിനെ മാറ്റുവാൻ നിങ്ങളെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. അതിനെന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഓടി വന്നിട്ട് പറയണം, അപ്പാ, ഞാൻ എടുത്ത തീരുമാനത്തിൽ പലപ്പോഴും എനിക്ക് ഉറച്ചു നിൽപ്പാൻ കഴിഞ്ഞില്ല. എടുത്ത തീരുമാനത്തിൽ എനിക്ക് ചെയ്യുവാൻ നിവൃത്തീകരിക്കുവാൻ കഴിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കണമേ. ഇതാ ഞാൻ തയ്യാറാണ്. ഞാൻ എടുത്ത തീരുമാനത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. ഇവിടെ അതിൻ്റെ അവസാന വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, സ്വപ്നബഹുത്വത്തിലും വാക്കുവരുപ്പത്തിലും വ്യർത്ഥതയുണ്ട്, നീയോ ദൈവത്തെ ഭയപ്പെടുക. പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ കൊടുത്ത വാക്ക് പാലിക്കാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം പലപ്പോഴും നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നില്ല. നമ്മൾ ദൈവത്തോട് പറഞ്ഞ വാക്കുകൾ പാലിക്കപ്പെടാതിരിക്കുമ്പോൾ ദൈവഭയം നമ്മളിൽ കുറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ആകയാൽ ദൈവത്തെ ഭയമുള്ളവരായി എടുത്ത തീരുമാനത്തിലേക്കും പ്രതിഷ്ഠയിലേക്കും മടങ്ങി വരുവാൻ ദൈവം നിങ്ങളെ എല്ലാവരും ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.